നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കോടതിയിലെ വാദപ്രതിവാദങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. നയനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ് ശർമ്മ വക്കീല്. നയനയുടെ തലയിലേക്ക് മനഃപൂർവ്വം ആ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അയാള്. നയനെ എങ്ങനെയായാലും കുറ്റക്കാരിയാക്കണം, അത് മാത്രമായിരുന്നു ശർമ്മ വക്കീലിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അയാൾ പരിശ്രമിക്കുന്ന നവീനും നയനയ്ക്കും ആദർശനും ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. നന്ദുവിനാണ് ദേഷ്യം വന്നു. അയാൾ ഓരോന്നൊക്കെ നയനയോട് ചോദിച്ചു കഴിയുമ്പോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെകഞ്ഞ് ചോദിച്ച് കോടതിയിൽ നയന കുറ്റക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അയാൾക്കും അറിയാം നയന തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ എങ്കില് നയനെ കുറ്റക്കാരെന്ന് വരുത്തി തീർത്തല്ലേ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് നയനയ്ക്ക് പണക്കൊതിയുണ്ട്. അതുകൊണ്ടാണ് നയന ഈ സ്വർണങ്ങളൊക്കെ കടത്തിയത്. നയനയും ആദർശിനെയും ആനന്ദമൂർത്തി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. പിന്നീട് അവര് ഈ സ്വർണമൊക്കെ കടത്തുവാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോടതിയിൽ അയാൾ പറയുന്നുണ്ട്. നയന എന്താണെങ്കിലും ഇതിനൊക്കെ എതിർക്കുക ചെയ്തേ. തനിക്ക് ഇതിനകത്ത് യാതൊരു അറിവില്ല. താൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്താണ് CI സാറും ബാക്കി കുറച്ച് പോലീസുകാരും കാറ് തടഞ്ഞു നിർത്തിയിട്ട് കള്ളക്കടത്ത് സ്വർണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വർണ്ണമൊക്കെ പിടികൂടിയത്. ഈ ഭാഗം ഇങ്ങനെ അവിടെ വന്നതെന്ന് പോലും തനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വക്കീല് വിട്ടില്ല. വക്കീല് പറഞ്ഞു, തൊണ്ടി മുതൽ സഹിതമാണ് പിടികൂടിയിരിക്കുന്നത്. CIക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് CI ശർമ്മ വക്കീൽ വിസ്തരിക്കുന്നുണ്ട്. അപ്പൊ CI പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തൊണ്ടി മുതൽ സഹിതം ഇവരെ പിടികൂടിയത്. കള്ളക്കടത്ത് സ്വർണം മൂർത്തി ജ്വല്ലറിയിലേക്ക് കടത്താനായിരുന്നു ഇവരുടെ ശ്രമം. ഇപ്പൊ മൂർത്തി ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇവരങ്ങനെ ചെയ്തതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് CI ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നവീൻ ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. നവീൻ അറിയാം ഒരു കാരണവശാലും നയനെ കുറ്റക്കാരിയാൻ പോകുന്നിരുന്ന. പക്ഷെ ആദർശിന് ഭയങ്കര ടെൻഷനായി. ശർമ്മ വക്കീൽ വാദിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നയനയ്ക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. നയനെ റിമാൻഡ് ചെയ്യുന്നുള്ള ഒരു ചിന്ത ആദർശിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നന്ദൂരി എന്നിട്ട് CI വലിച്ചിറക്കിയിട്ട് അയാളുടെ കർണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നി. എന്ത് ചെയ്യാൻ പറ്റും, കോടതിയായി പോയി. ഇയാൾക്കിട്ടുള്ള പണി താൻ കൊടുത്തോളാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. ഇയാൾ മനഃപൂർവ്വം ആരുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയൊക്കെ വാങ്ങിയിട്ട് പറയുന്ന, അതുപോലെ തന്നെ കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുള്ള കാര്യം നന്ദുവിനും മനസ്സിലായി. ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താനും. അങ്ങനെ ശർമ്മ വക്കീല് നയനെ വിസ്തരിച്ചു കഴിഞ്ഞു. പിന്നീട് അടുത്ത് നവീന്റെ ഊഴ വരുന്നു. നവീന് CI വിസ്തരിക്കാനായിട്ട് വിളിപ്പിച്ചു. അപ്പൊ CI ആണല്ലോ തൊണ്ടി മുതൽ സഹിതം പിടികൂടിയിരിക്കുന്നേ, നയനെ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞിരിക്കുന്നേ. അപ്പം നയനെ കുറച്ച് ദിവസം വിട്ടുകിട്ടണം, എങ്കിൽ മാത്രമേ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നയനയുടെ പിന്നിൽ ആരൊക്കെയുണ്ട്, ഒരു പക്ഷേങ്കില് വേറെ ആൾക്കാരുണ്ടോ, ഇതിന്റെ പിന്നിൽ ചിലപ്പോ കുറെ ആൾക്കാർ കാണും. അങ്ങനെ കള്ളക്കടത്ത് സ്വർണം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരാൾ തന്നെ ആയിരിക്കില്ല. അങ്ങനെ അവരെയൊക്കെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നയനെ കുറെ ദിവസം റിമാൻഡ് കിട്ടണം എന്നൊക്കെയാണ് ശർമ്മ വക്കീല് വാദിച്ചത്. പക്ഷെ അതിനെയൊക്കെ എതിർത്തുകൊണ്ടാണ് നവീനെ വാദിക്കാനായിട്ട് തുടങ്ങുന്നത്. CI വിസ്തരിക്കുകയാണ്. CI വിസ്തരിക്കുന്ന സമയത്ത് CIയോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. CI താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് വഴി കാർ തടഞ്ഞു നിർത്തിയെന്നും അങ്ങനെ തടഞ്ഞു നിർത്തിയ സമയത്ത് കാറിനകത്ത് സ്വർണം കിട്ടിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയണം. ആ സമയത്ത് നവീൻ അതിനെല്ലാം എതിർത്തു. നവീൻ പറഞ്ഞു, നിങ്ങൾ ഇതിനു മുമ്പ് കൈക്കൂലി കേസ് പിടിയിലായിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാളുടെ നമ്പരപ്പോട് കൂടിയിട്ട് നവീനെ നോക്കണം. വിജിലൻസുകാരൻ നിങ്ങളെ പിടികൂടിയിട്ടുള്ളതല്ലേ, അങ്ങനെ നിങ്ങൾക്ക് സസ്പെൻഷനും കിട്ടിയിട്ടുണ്ട് ശരിയല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശർമ്മ വക്കീല് പറഞ്ഞു, അല്ല അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. അതങ്ങനെ പറയാൻ വരട്ടെ വക്കീലെ, അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. കൈക്കൂലി കേസിലും അഭിഹിതത്തിലും അങ്ങനെ കുറെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന CIക്ക്. എന്നിട്ട് അങ്ങനെ ഒരാളാണ് ഈ നിൽക്കുന്ന എന്റെ കക്ഷിയായ നയനയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആർക്കോ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് എന്റെ കക്ഷിയായ നിരപരാധിയായ നയനെ പ്രതിയാക്കുക ഇയാൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് അതിന്റെ സത്യാവസ്ഥകളൊക്കെ അറിയാം. നയനെ ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്നറിയാം. എന്റെ കക്ഷി നിരപരാധിയായിട്ട് പോലും എന്റെ കക്ഷിയുടെ മേലെ കുറ്റം ആരോപിക്കുകയാണ് ഇയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് CI കോടതിയോട് പറഞ്ഞു,
അങ്ങനെയല്ല, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ തൊണ്ടു മുതൽ സഹിതമാണ് ഞാൻ പിടികൂടിയിരിക്കണേന്ന് പറഞ്ഞു. അയാൾ നിന്ന് തർക്കിക്കുവാണ്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, സി എ പറയുന്ന കാര്യങ്ങളല്ല പച്ചക്കളവാണ്. എന്റെ കക്ഷി നിരപരാധിയാന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ എനിക്ക് തെളിയിക്കാനായിട്ട് നിഷ്പ്രയാസം സാധിക്കുമെന്ന് പറഞ്ഞു. അനന്തപുരിക്കാരുമായിട്ട് കുറെ കാലങ്ങളായിട്ട് ചില ആളുകൾക്ക് ശത്രുതയുണ്ട്. അതിന്റെ പേരിൽ അവരെ കൊടുക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് ഗൾഫിൽ വെച്ച് എന്റെ കക്ഷിയുടെ ഭർത്താവിനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കള്ളക്കേസ് കുടുക്കി ഗൾഫിൽ വെച്ച് ജയിലിലേക്ക് പറഞ്ഞുവിടാൻ ശ്രമിച്ചു. അന്നത് സാധിച്ചില്ല. അതിന്റെ പേരിൽ വീണ്ടും കൊടുക്കാൻ ശ്രമിച്ചു. എന്റെ കക്ഷിയുടെ ഭർത്താവിനെയാണ് കൊടുക്കാൻ ശ്രമിച്ചത്. പക്ഷേങ്കിൽ ആദർശ് ഇതിനകത്ത് രക്ഷപ്പെടുകയോ ചെയ്തേ. നയനെയാണ് കുടുക്കിയത്. നയന ഗർഭിണിയും കൂടെയാണ്. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും അവര് മുതിരില്ല. അത് മാത്രമല്ല, മൂർത്തി ജ്വല്ലറിയുടെ ചരിത്രം എടുത്ത് നോക്കിയറിയാം, ഇന്ന് വരെ അവർക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല. അനന്തപുരത്ത് സാറിനോ അവരുടെ കൊച്ചുമോനോ ആർക്കും ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നവീൻ തന്റെ ഭാഗം ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ കേസുകളൊക്കെ കള്ളക്കേസുകളാണ്. കാരണം എതിർഭാഗം വക്കീല് പറയുന്ന പോലെ ഒരിക്കലും എന്റെ കക്ഷി പ്രതിയല്ല, എന്റെ കക്ഷി നിരപരാധിയാണ്. അത് മാത്രമല്ല, മൂർത്തി ജ്വല്ലറിയുടെ ശത്രുത തീർക്കാനും അനന്തപുരി കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ ഒപ്പിച്ചു പണിയാണിത്. അവരാണ് ആ സ്വർണം കൊണ്ട് ബാഗിനകത്ത് വെച്ച് കാറിനകത്ത് ഒളിപ്പിച്ചു വെച്ചതും. അങ്ങനെ സി ഐയോട് പറഞ്ഞ് സി ഐ ആ തൊണ്ടുമുതലൊക്കെ കണ്ടെടുക്കുകയും ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അപ്പോഴേക്കും എതിർഭാഗം വക്കീല് ശർമ്മ പറഞ്ഞു, അതിന് തെളിവുകളൊന്നുമില്ലല്ലോ, നിങ്ങൾ പറയുന്നതല്ലേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതിന് തെളിവുകളുണ്ട്, വ്യക്തമായ തെളിവുകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കോടതി തെളിവ് ഹാജരാക്കുവാണ്. CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും ഹാജരാക്കുവാണ്. നയന സഞ്ചരിച്ചിരുന്ന ആ കാറിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് കൊണ്ടുവന്ന് 2-3 പേര് കൊണ്ടുവന്ന് കാറിനകത്ത് കൊണ്ടുവന്ന് ഭാഗം കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നത്. അത് ആ കാര്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നവീൻ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അങ്ങനെ നയന നിരപരാധിയാന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ വ്യക്തമാവുകയാണ്. അപ്പൊ നയനയ്ക്ക് ഇതിനകത്തൊരു പങ്കുമില്ലെന്ന് പിന്നീട് നവീൻ ബാധിച്ചു. കുലീനയും അതിലുപരി സത്യസന്ധയുമായ എന്റെ കക്ഷിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് അവളെ കുറ്റക്കാരിയാക്കാനായിട്ടാണ് എതിർഭാഗം വക്കീല് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്റെ കക്ഷി നിരപരാധിയാണ്. അതോടൊപ്പം തന്നെ അമ്മയാകാൻ ഒരുങ്ങുന്ന അവരെ നിരുപാധികം വിട്ടയക്കണമെന്ന് കോടതിയുടെ താഴ്മയെ അപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ വക്കീല് ബാധിക്കുകയാണ്. കോടതി ആ ദൃശ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇടിവെട്ടേറ്റ അവസ്ഥ നിൽക്കുകയാണ് സി ഐ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. CIക്കിടെ നല്ല പണി തന്നെ കിട്ടുന്നുണ്ട്. കാരണം അയാള് കൈക്കൂലി മേടിച്ചിട്ടാണ് നയനെ അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ വരെ കോടതിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശർമ്മ വക്കീലിന്റെ മുഖം പോലും ഉയർന്നില്ല. പിന്നീട് കോടതി പറഞ്ഞ് ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തില് നയന നിരപരാധിയാന്നുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ട നയനെ വെറുതെ വിടുന്നെന്നും പറഞ്ഞിട്ട് കോടതി ഉത്തരവിടുന്നുണ്ട്. നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. നവീന് സന്തോഷത്തോടെ ആദർശിനെ നോക്കുന്നുണ്ട്. ആദർശം നന്ദുക്ക് ഇത്രയും സമയം വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കോടതി വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സർവ്വദേഹങ്ങളെയും വിളിച്ച് ആദർശിരിക്കുന്നേ. ഒരു പക്ഷേങ്കില് നയനയ്ക്ക് ജാമ്യം കിട്ടുമോ, അല്ലെങ്കിൽ നയന നിരപരാധിയല്ലെന്നെങ്ങാനും തോന്നിയിട്ട് കോടതി അവളെ ജയിലിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ? അതൊക്കെ അത്രയും സമയം അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ നയനെ വെറുതെ വിട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി. അങ്ങനെ കോടതി പിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നയനെ വന്ന് ആദർശ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവീനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നവീനോട് പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. നന്ദു എല്ലാരും വന്ന് നവീനെ പ്രശംസിക്കുന്നുണ്ട്. ഈ സമയത്ത് CI പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും നവീൻ CIയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട്, നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? കള്ളക്കേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാധിക്കുന്നോ? കോടതിയെ പറ്റിക്കാൻ പറ്റുമെന്നോ? അത് മാത്രമല്ല CIക്ക് നല്ല ഇടിവെട്ട് പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ CI കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നാൽ CIക്ക് സസ്പെൻഷൻ ഉറപ്പാണ്. CI ആകെപ്പാടെ നാണം കെട്ടാണ് നവീൻ വക്കീലിന്റെ അടുത്ത് നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും പറയാനായിട്ട് പറ്റുമോ? പണി കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പായി. നവീൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ചോ, അനന്തപുരിക്കാരോടാണ് നിങ്ങൾ ഏറ്റുമുട്ടിയിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത നായനെന്ന് പറഞ്ഞ പാവം പിടിച്ച പെൺകൊച്ചിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം മൊത്തം ലോക്കപ്പിലാക്കിയില്ലേ? അപ്പൊ നിങ്ങളെ അവര് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് വന്നു. ആദർശ് വന്നിട്ട് CIയോട് പറഞ്ഞു, നമുക്ക് കാണാം CI സാറേ, ഇതങ്ങനെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നന്ദുവിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പക്ഷെ നന്ദു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിക്ക് രാത്രിയാണെങ്കിലും ഇയാൾക്കൊരു പണി കൊടുക്കണം. ഇതിനു മുമ്പുണ്ടായിരുന്ന
സിഐക്കിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ആൾക്കിട്ട് ഒരു പണി കൊടുക്കണം. തന്റെ ചേച്ചി ഒരു ദിവസം മൊത്തം ലോക്കപ്പിലിട്ടല്ലേ, അപ്പൊ വെറുതെ വിടാൻ പാടുണ്ടോ? അങ്ങനെ നയന കുറ്റവിമുക്തയായ കാര്യങ്ങളൊക്കെ നന്ദു അപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നുണ്ട്. അനിയോടും പറയുന്നുണ്ട്. മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും സന്തോഷമായി ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പം അവരെല്ലാരും ആകാംക്ഷ കാണാൻ കാത്തിരുന്നൊരു വാർത്ത തന്നെയായിരുന്നത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണം. അല്ലെങ്കിൽ മുത്തശ്ശൻ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും നോക്കാനില്ല. നയനെ എങ്ങാനും ജയിലിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ താൻ ഒന്നും നോക്കില്ല. ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും. മേലും കീഴും നോക്കില്ല. ശത്രുക്കളെയൊക്കെ താൻ എങ്ങനെയും കണ്ടുപിടിച്ച് അവരെ വകവരുത്തുന്ന ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത്. അങ്ങനെ നയന കുറ്റവിമുക്ത ആവുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആരാണ് നവീനെ സഹായിച്ച ഈ തെളിവുകളൊക്കെ കണ്ടെത്താനായിട്ട്? അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നവീൻ ഒടുവിൽ പറയുന്നുണ്ട്. നവിയാണ് തന്നെ സഹായിച്ചെന്ന് ഈ തെളിവുകളൊക്കെ കണ്ടെത്താനായിട്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.